തിരുവനന്തപുരത്തുകാർ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് ഒരു പുതുമയോടെ ചോദ്യമൊന്നും വേണ്ട. അവരുടെ ഓണാഘോഷങ്ങളെല്ലാം ദേ ഈ പുറകിൽ കാണുന്ന രീതിയിലാണ്. ഒരു ബ്രഹ്മാണ്ഡ അത്തപ്പൂക്കളമാണ് നമുക്ക് പിന്നിൽ കാണുന്നത്. 2500 സ്ക്വയർ ഫീറ്റിൽ 15 ദിവസത്തിലധികം കഷ്ടപ്പെട്ട് ഇവിടുത്തെ ഈ ഒരു പെരുന്താണി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഒരുക്കിയ ഒരു അത്തപ്പൂക്കളമാണ്. അവരുടെ ഒരു വലിയ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ കാണുന്നത്. തെയ്യത്തിന്റെ രൂപം ചെളിയിൽ ആദ്യം ചെളി രൂപത്തിൽ അത് വരച്ചു ചേർന്നതിന് ശേഷമാണ് ഇവർ ഈ അത്തപ്പൂക്കൾ ചേർത്തുകൊണ്ട് ഇത്രയും വലിയൊരു മനോഹരമായ ഒരു അത്തപ്പൂക്കളം ഇടുന്നത്. തിരുവനന്തപുരത്തുകാർ ഇങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മ പല ദിവസങ്ങളിൽ പല രാത്രികളിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ കഷ്ടപ്പെട്ട് തീർത്ത ഒരു അത്തപ്പൂക്കളമാണ്. ഈ പൂ ഇറുക്കുന്നത് മുതൽ അല്ലെങ്കിൽ ഈ പൂ ഈ ഒരു ചിത്രത്തിനോട് ഈ ഒരു തെയ്യത്തിന്റെ രൂപത്തിലോട് പൂ ചേർക്കുന്നതടക്കം വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ആ വിജയത്തിന്റെ ഭാഗമായിട്ടുള്ളവർ തന്നെയാണ് എനിക്ക് ചുറ്റും ഇവിടെ നിൽക്കുന്നത്. നിരവധി പേർ രാവിലെ മുതൽ ഇവിടെ ഈ അത്തപ്പൂക്കളം കാണാൻ ഇങ്ങോട്ട് എത്തുന്നതുമുണ്ട്. ഇവരൊക്കെയാണ് ഈ ഒരു പെരുന്താണി ബ്രദേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. ഈ കൊച്ചുമക്കൾ മുതൽ ഈ വലിയ എല്ലാവരും ചേർന്നിട്ടാണ് ഈ അത്തപ്പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത്. 15 ദിവസത്തിലധികം അവർ പണിയെടുത്തിട്ടുണ്ട് ഈ അത്തപ്പൂക്കളത്തിന് വേണ്ടി. ചേട്ടാ, എങ്ങനെയാണ് ഇതിന്റെ പിന്നിലെ ആ ഒരു അധ്വാനം? നമ്മളെ 40ഓളം കലാകാരന്മാർ 15 ദിവസത്തോളം കഷ്ടപ്പെട്ടാണ് ഈ ഒരു പൂക്കളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ എല്ലാവരും, അതായത് ജാതിമത ഭേദമന്യേ എല്ലാവരും, ഈ നാട്ടിലെ എല്ലാ യുവാക്കളും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു സഹോദരിമാരുണ്ട്, അവരെല്ലാവരും നമ്മളെ കൂടെ ഒപ്പത്തിനൊപ്പം നിന്നാണ് ഇതിനുവേണ്ടി വർക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കുകയും പുള്ളിയാണ് ഈ മോൾഡ് എല്ലാം ചെയ്യുന്നതെല്ലാം പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പുള്ളിയുടെ ഐഡിയയിൽ ഏത് കളർ എവിടെയൊക്കെ കൊടുക്കണമെന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പൂവൊക്കെ വാങ്ങാൻ എവിടെയാണ് പോയത്? എത്ര രൂപേന്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് ഇതിന്റെ പിന്നില്? ഇത് നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് പുറത്തായിട്ടുണ്ട്. പിന്നെ പൂവെടുക്കാൻ നമ്മൾ പോയിട്ടുള്ള തോവാളയാണ്. അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ തോവാള പൂവെടുക്കാൻ പോവുകയും പകൽ സമയങ്ങളിൽ ഇതിൽ വർക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. 15 ദിവസം നിങ്ങൾ ഈ അത്തപ്പൂക്കളത്തിന് പിന്നാലെ ആവുമ്പോൾ നിങ്ങൾ ജോലിക്കൊന്നും പോകാതെ ഫുൾ ടൈം ഇതിനൊപ്പം ഈ കൂട്ടായ്മ എല്ലാം ഉണ്ടായിരുന്നു? കറക്റ്റ് പറഞ്ഞ 1 മാസത്തിന് മുമ്പ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ആ 15 ദിവസം നമ്മുടെ ജോലിക്ക് പോകാതെയായി. 15 ദിവസം തൊട്ട് നമ്മളിതിൽ സർക്കാർ ജീവനക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാവരും 15 ദിവസം തൊട്ട് ലീവ് എടുത്താണ് ഇതിന്റെ മുന്നോട്ട് നിൽക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ 2 ദിവസം കൂടെ കഴിയും. എന്തായാലും ഇതിന്റെ ക്ഷീണമില്ല എന്ന് മാറി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം ഉറക്കം മുഷിഞ്ഞാണ് ഈ 15 ദിവസം നമ്മൾ ഇതിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇനി എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വർക്കിന് പോകത്തുള്ളൂ. ആഘോഷമാണ് ചേട്ടാ. ഇത് കുറെ കാലം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. 28ാം വർഷമാണ് ഇപ്പൊ. കുറെ വർഷം തുടങ്ങാതെ മുടങ്ങാതെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിന്റെ ഭാഗമായിരിക്കും. അതെ, അതായത് എന്റെ കുഞ്ഞിലെ മുതലേ ഇട്ട് വരുന്നതാണ് ഈ അത്തപ്പൂക്കളം എന്ന് പറയുന്നത്. ഞങ്ങൾ ഏകദേശം 28 വർഷമായിട്ട് ഈ അത്തപ്പൂക്കളം കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഏരിയയിലുള്ള എല്ലാ ബ്രദേഴ്സും കൂടെ ചേർന്നിട്ട് ഒരുക്കുന്നതാണ്. അതിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുണ്ട്. ഏകദേശം 40ഓളം പേര് ഇതിന്റെ പിറകില്, അധ്വാനത്തിന്റെ പിറകിലുണ്ട്. അത്തപ്പൂക്കളൊക്കെ ഇടാൻ വന്നോ ഇവിടെ? വന്നോ? എന്താ ചെയ്തത് ഇവിടെ വന്നിട്ട്? എന്താ ചെയ്തൊന്നും ചെയ്തില്ലേ? ഇവിടെ വന്നിട്ട് പൂ വെച്ചോ? എന്ന് വരുമായിരുന്നോ? പരീക്ഷയ്ക്കൊന്നും പോകാറില്ലേ? പരീക്ഷയ്ക്കൊക്കെ പോയിട്ട് നിന്റെ പൂ ഇടുവോ? എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് തിരുവോണം? എങ്ങനെയുണ്ട്? ഇത് പുതിയ ഉടുപ്പാണോ? ഇനി എന്തുവാ ഓണത്തിന്? ഇനി കളിക്കാനൊക്കെ പോകുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? പന്ത് കളി. എന്ത് പന്ത്? എറിഞ്ഞുകളി. അത് കളിക്കാൻ പോണോ? ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോണ്ടേ? അത് പോണം. വലിയ ആഘോഷമാണ് ഇവിടെ. എനിക്ക് ചുറ്റുമുള്ളത് സംഘാടക സമിതി ആളുകളാണെങ്കിൽ ഇവിടെ ഈ അത്തപ്പൂക്കളം കാണാൻ എത്തിയവരാണ് ഏറെയും. തിരുവോണ നാളാണ്. വീട്ടിലെ എല്ലാ ജോലികളും മുതക്കി സത്യവട്ടത്തിനുള്ള കൂട്ടങ്ങളൊക്കെ തയ്യാറാക്കിയതിനു ശേഷം ഇവിടേക്ക് എത്തിയ ആളുകളാണ് കൂടുതലും. ഇവരെല്ലാം ഇവിടെ എത്തിയത് ഈ ഭീമാകാരമായ അത്തപ്പൂക്കളം കാണാൻ. ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? അടിപൊളി അടിപൊളി. അത്തപ്പൂവും അടിപൊളി, സൂപ്പർ ആയിരിക്കുന്നു. ആഹാരം ഒന്നും കഴിക്കാതെ കാണാനായിട്ട് വന്നതാണ്. ഞാൻ കാപ്പി പോലും കുടിച്ചില്ല. ഇത് കാണാനായിട്ട് വന്നതാണ്. അത്തപ്പൂ ഇതേപോലെ ഒരിടത്തും കാണാനില്ല. അത്ര നല്ല മനോഹരമായ അത്തപ്പൂവാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അത് ഇത്രയും രൂപ ചെലവാക്കി ഇത്രയും ആകർഷണമായ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് നല്ലതുപോലെ ചെലവാക്കി ഇട്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്, നല്ല കാര്യം. വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് വന്നതാണോ? അതെ അതെ, പണികളെല്ലാം ഒതുക്കിയിട്ട് വന്നതാണ്. ഇത് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ ഞങ്ങൾ വന്നതാണ്. ഇതുപോലെ ഒരു അത്തപ്പൂ വേറെ ഒരിടത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതേപോലെ ആകർഷണം ഇത്രയും നല്ലതല്ല. ഇല്ല, അത്രയും രൂപയിലാക്കിയാണ് ഇട്ടിരിക്കുന്നത്.
ഓണം എങ്ങനെയുണ്ട്? ഓണം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘോഷം തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇവിടുത്തെ പെരുന്താനി ബ്രദേഴ്സിന്റെ ഓണാഘോഷം എന്തായാലും മുടക്കരുത്. ഇവിടെ വന്ന് അത്തപ്പൂക്കളം കാണണമെന്നൊക്കെ എൻ്റെ ഫ്രണ്ട് അഹല്യ പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം വരുന്നത്. കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് ഈ പ്രദേശത്ത് വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരിക്കൽ പോലും ഇങ്ങോട്ടേക്ക് വന്ന് അത്തപ്പൂക്കളം കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഇപ്രാവശ്യം വന്ന് എല്ലാം ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞൊരു ഫീലാണ്. അപ്പോൾ ഹാപ്പി ഓണം. വലിയ സന്തോഷമാണ് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും. വലിയ ആവേശത്തിലാണ് അവർ. ആ അത്തപ്പൂക്കളത്തിന്റെ ഭംഗി അല്ലെങ്കിൽ അവരുടെ അധ്വാനത്തിന്റെ ഫലം അവസാനം വിജയം കണ്ടതിലെ സന്തോഷമാണ് അവർക്ക്. ഇവിടെ എത്തിയ എല്ലാവർക്കും അത് തന്നെയാണ്. ഇവിടെ എത്തി ഒരു തവണയെങ്കിലും ഈ അത്തപ്പൂക്കളത്തിന്റെ ഭംഗി കാണണമെന്ന കാര്യമാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പറഞ്ഞത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കലാപരിപാടികളിലേക്കൊക്കെ ഇവർ കടക്കുക. വലിയ ആഘോഷം തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ഈ കാഞ്ഞിരംകുളം ഭാഗത്താണ്. വലിയ ആവേശമാണ്. ബൈപ്പാസിന് സൈഡാണ്. ആർക്ക് വന്നാലും ഈ ഭീമാകാരമായ ഈ അത്തപ്പൂ കാണാം. എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ 2500 സ്ക്വയർ ഫീറ്റിലാണ് ഇവർ ഈ അത്തപ്പൂക്കളം മനോഹരമായി ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ ആ ഒരു അധ്വാനം, അവരുടെ കൂട്ടായ്മ അതെടുത്ത് പറയണം. ആ കൂട്ടായ്മയുടെ വിജയമാണ്. അവിടെ നിന്നാണ് നമ്മളും ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നത്. എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും കൈരളിയുടെയും ഓണാശംസ, തിരുവോണ ദിനാശംസകൾ നമ്മളും പറയുകയാണ്.